സുരക്ഷകൻ പാരീതിൽ വന്നു ജീവൻ തന്നവൻ പരമോന്നതൻ കുരിശോളവും തന്നെ താഴ്ത്തി എന്നെ ഓർത്തവൻ പാപിക്കുമറവിടം യേശുരക്ഷകൻ പാരീതിൽ വന്നു ജീവൻ തന്നവൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ, ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും പേരുപേരായി ഇവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നിടത്ത് എല്ലാവരെയും സൂക്ഷിക്കണമേ. ആപത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, രോഗദുഃഖാദികളിൽ നിന്നും, പകർച്ചബാധകളിൽ നിന്നും, മരണത്തിൽ നിന്നും വിടുവിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെല്ലാം സൂക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മനസ്സലിഞ്ഞ് കരുണ തോന്നി അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സകല ഭാരങ്ങളും ഏറ്റെടുക്കുവാൻ കഴിവുള്ളൊരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. എൻ്റെ അപ്പൻ്റെ പാതപ്പെടുത്തിയിരിക്കുന്ന ഒരു മക്കൾ ലജിച്ച് അവനോടൊന്ന് സമ്മതിക്കത്തില്ലല്ലോ. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു എന്ന് പറയുവാൻ കൊണം ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകൾക്കും മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, സൗഖ്യത്തോടെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി, അവരുടെ പഠനം ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയമൊരുക്കി മാനിക്കണമേ. തുടർ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ബുദ്ധിയും ആലോചനയും അപ്പച്ചൻ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, OETയും IELTSഉം ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ കർത്താവേ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട മക്കൾ, മെഡിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട മക്കളെല്ലാം ഉണ്ട് കർത്താവേ. എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ മേലും തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടിയവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തരും ലജിച്ചു പോകാൻ അനുവദിക്കല്ലേ, കഷ്ടവും നഷ്ടമുണ്ടാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉപജീവനമാർഗം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് മനസ്സലിഞ്ഞാട്ട് കർത്താവേ. നിൻ്റെ വഴിവാതിൽ അവർക്ക് തുറന്നു കൊടുത്താട്ട് കർത്താവേ. തടസ്സങ്ങൾ, മുടക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കാട്ട് ദൈവമേ. ഉപജീവനമാർഗമപ്പാ ചോദിക്കുന്നത്, നീ അത് നൽകി അനുഗ്രഹിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന തന്നെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അപ്പാ. അത്ഭുതമാർന്ന വഴിവാതിൽ തുറന്നു തന്നെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായും എൻ്റെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുക. ഈ സമയം വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കണവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണം. യാത്ര പോകുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോ മക്കളെയും യാത്രകളിൽ കൂടെ ഇരിക്കണം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെയും കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയും അനുഗ്രഹിക്കണം. പുതിയ നന്മകളും സന്തോഷവും സമാധാനം കൊടുത്ത് എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണം. കുടുംബജീവിതത്തിൽ ഇതുവരെ സമാധാനം അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. മദ്യപാനികളായ പ്രിയപ്പെട്ടവരെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട്. കരയുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളുണ്ടപ്പാ. മദ്യപാനികൾക്ക് കർത്താവ് ഒരു മാനസാന്തരമൊരുക്കിയേ മതിയാകൂ. മദ്യത്തിനും മയക്കുമരുന്നിനും ഹല്ലേലൂയ കർത്താവേ. ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ മഹാത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലഹരിക്കടിമപ്പെട്ടവർ, ഫോണിനടിമപ്പെട്ടവർ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവർ, ഭോഗപ്രിയരായി നടക്കുന്നവർ കർത്താവേ. മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ആമേൻ. എൻ്റെ ദൈവമേ, വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാത്ത കുഞ്ഞുങ്ങൾ, കുടുംബത്തിലൊരു സ്വസ്ഥത തരാത്ത കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ട് ദൈവമേ. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ചൊല്ലി വേദനിക്കുന്നവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരുടെ സങ്കടമറിഞ്ഞ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. മറ്റാരാലും പരിഹരിക്കപ്പെടാൻ മേലാത്ത വിഷയമാ കർത്താവേ. സ്വർഗമിടപെട്ടേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കുമാറാകണം. ശത്രു ആരെയും കാണാതെ സ്വർഗം മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്പം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അപ്പം വലിയൊരു ശേഷിപ്പ് ഓരോരുത്തർക്കും നൽകണമേ. ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ, ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവം, ഹല്ലേലൂയ, ഓരോ മക്കളുടെയും ഉപജീവനമാർഗ്ഗത്തിന് മേൽ കരം നീട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം. ഭവനമില്ലാത്ത മക്കളുണ്ട്, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്, ഭവനം പണിയുന്ന മക്കളുണ്ട്. എൻ്റെ കർത്താവേ, നീ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഭവനം പണിയുന്ന മക്കളുടെ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ കർത്താവേ. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്ന നാഥ, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ശരീരമാസകലം ചൊറിച്ചില്ലാൽ ഭാരമുള്ളവർ കർത്താവേ, സ്തോത്രം. ഉദരസംബന്ധമായ രോഗമുള്ളവർ, വയറ്റിൽ മുഴയുള്ളവർ, വിക്സ് രോഗമുള്ളവർ, തലവേദനയാൽ ഭാരം വരുന്നവർ കർത്താവേ, നിൻ്റെ മുൻകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ കർത്താവേ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരൊക്കെ ഉണ്ട് കർത്താവേ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ. തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ ഉച്ച മുതൽ പാദം വരെ തൊട്ട് സൗഖ്യം തരുവാൻ മനസ്സലിവും കരുണയുമുള്ള ദൈവമാ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും കർത്താവേ. ഓപ്പറേഷനായിട്ട് വിധേയപ്പെടുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഡെലിവറി റൂമിലായിരിക്കുന്നവർ, വെൻറ്റിലേറ്ററിലും അപ്പോൾ ICUലും CCയിലും കിടക്കുന്നവരെ കർത്താവേ, കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ, കൈകാൾക്ക് ചലനമില്ലാതെ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ രോഗികൾക്ക് നല്ല വൈദ്യന മരുന്ന്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണം. ആമേൻ. വാർദ്ധക്യ സഹജമായ ഭവനങ്ങളിലായിരിക്കുന്നവർ, ആരോരുമില്ലാത്തവർ, അനാഥര വിധവകളൊക്കെ ഉണ്ട് കർത്താവേ. അപ്പാ, നീ അവരുടെ വേദനയിൽ നിന്നവരെ വിടുവിച്ച് സമാധാനമുള്ളവരായി കാണപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശ്വസിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. ഞങ്ങളുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. സൗഖ്യത്തോടെ തന്നെ പ്രിയപ്പെട്ടവർക്കൊക്കെ മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങനെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയം. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. കണ്ണാലെ കാണുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് സഹായിക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശം ചുറ്റുപാട് അയൽ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ദൂരത്തും ചാരത്തും മറിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണം. ഓരോ രാജ്യങ്ങളെയും കർത്താവ് കാത്തുകൊള്ളണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. അടിയങ്ങളോട് സഹതാപം തോന്നണമേ കർത്താവ്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നപ്പോൾ ഓരോ വാഹനത്തിലും കർത്താപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ. അപകടങ്ങളിൽ നിന്നുള്ളവരെയും വിടുവിക്കണമേ കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവേ, ശത്രുവാരെയും കാണാതെ മറയ്ക്കണം, കൃപയ്ക്കുള്ളിൽ അങ്ങ് പൊതിയണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.